ഹായ് ഓൾ, നമ്മൾ ഇന്ന് സ്റ്റാൻഡേർഡ് ഫോർ മാത്സ് യൂണിറ്റ് 1 ലൈൻസ് ആൻഡ് ഷേപ്സ് എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഓഫ് 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക എന്നതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ആദ്യം തന്നെ മനസ്സിലാക്കണം, സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വശവും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ 4 വശവും 5 സെന്റിമീറ്റർ കൃത്യമായി അളന്ന് സ്കെയിലിൽ അളന്ന് പെൻസിൽ കൊണ്ട് നമ്മൾ ഇവിടെ വരയ്ക്കണം. അടുത്ത് നോക്കാം. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 7 സെന്റിമീറ്റർ ആൻഡ് വിഡ്ത്ത് 3 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്ക്വയർ ആയിരുന്നു വരയ്ക്കേണ്ടിയിരുന്നത്. ഇവിടെ നമ്മൾ എന്ത് വരയ്ക്കണം? റെക്റ്റാങ്കിൾ വരയ്ക്കണം. റെക്റ്റാങ്കിളിന്റെ അളവ് എങ്ങനെ നോക്കണം? റെക്റ്റാങ്കിളിന്റെ അളവ് എത്രയാണ്? ഇവിടെ ലെങ്ത് നീളം 7 സെന്റിമീറ്ററും അതുപോലെ വിഡ്ത്ത് വീതി 3 സെന്റിമീറ്ററും. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായിട്ട് അളന്ന് എഴുതുക. സ്കെയിൽ ഉപയോഗിക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ, അതായത് അളവുകൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ മുഴുവൻ മാർക്കും നമുക്ക് നഷ്ടമാകും. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, PDF ആണെങ്കിൽ നമുക്ക് പ്രിന്റ് എടുത്ത് വെക്കാനും പഠിപ്പിക്കാനൊക്കെ സാധിക്കും. PDF ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനൽ സ്റ്റാൻഡേർഡ് ഫോർ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ എല്ലാം PDF ലഭ്യമായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3, ഐഡന്റിഫൈ ദ റെക്ടാംഗിൾ ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്ന 4 ഷേപ്പുകളിൽ നിന്ന് റെക്ടാംഗിൾ കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ എന്താണ്? ട്രയാങ്കിൾ ആണ്. രണ്ടാമത്തെ സർക്കിൾ ആണ്. മൂന്നാമത്തെ സ്ക്വയർ ആണ്. നാലാമത്തേത് ഗ്രീൻ വൺ, അതാണ് റെക്ടാംഗിൾ, അതാണ് ചതുരം. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിലും ചോദിക്കാം. തന്നിരിക്കുന്നവയിൽ ഏതാണ് സ്ക്വയർ എന്ന് ചോദിക്കാം. ഐഡന്റിഫൈ സ്ക്വയർ ഫ്രം ദ ഫോളോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ തേർഡ് വൺ, അതാണ് സ്ക്വയർ അല്ലേ. അതുപോലെ ട്രയാങ്കിൾ ഏതാണ്? ഫസ്റ്റ് വൺ ആണ് ട്രയാങ്കിൾ. സർക്കിൾ ഏതാണ്? സെക്കൻഡ് വൺ ആണ് സർക്കിൾ. ഇതേ മോഡലിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ ക്യൂബ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നവയിൽ നിന്ന് ക്യൂബ് ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. ഏതാണ്? ഫസ്റ്റ് വൺ ആണ് ക്യൂബ്. അടുത്ത ക്വസ്റ്റ്യൻ, Radha made a square-shaped greeting card of 7 centimeters and pasted a ribbon around the sides. What is the total length of the ribbon used? അപ്പോൾ രാധ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അളവ് എത്രയാണ്? 7 സെന്റിമീറ്റേഴ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ വശവും എത്രയായിരിക്കും? 7 തന്നെ ആയിരിക്കും. അതിനുശേഷം എന്ത് ചെയ്തു രാധ? ഷീ പേസ്റ്റഡ് എ റിബൺ അറൌണ്ട് ദ സൈഡ്സ്. അപ്പോൾ ഈ സ്ക്വയറിന്റെ സൈഡുകളിലൂടെ ഒരു റിബൺ ഒട്ടിച്ചു, പേസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിബൺ യൂസ്ഡ്? അപ്പോൾ രാധ യൂസ് ചെയ്ത ആകെ റിബണിന്റെ നീളം എത്രയാണ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു വശം 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആ ഒരു വശത്ത് റിബൺ ഒട്ടിക്കുമ്പോൾ അവിടെ 7 സെന്റിമീറ്റർ റിബൺ നമുക്ക് ആവശ്യമാണ്. അതുപോലെ അടുത്ത വശം റിബൺ ഒട്ടിക്കാൻ അവിടെയും 7 സെന്റിമീറ്റർ റിബൺ ആവശ്യമാണ്. താഴത്തെ വശത്ത് ഒട്ടിക്കാനും 7 സെന്റിമീറ്റർ റിബൺ വേണം. അടുത്ത ബാക്കിയുള്ള ഒരു വശം ഒട്ടിക്കാനും 7 സെന്റിമീറ്റർ റിബൺ വേണം. 4 വശങ്ങളാണല്ലോ ഒരു സ്ക്വയറിനുള്ളത്. അപ്പോൾ നമുക്ക് 4 വശത്തേക്കുമായിട്ട് 4 പ്രാവശ്യം 7 സെന്റിമീറ്റർ എന്ത് വേണം? റിബൺ വേണം. അപ്പോൾ ആകെ റിബണിന്റെ നീളം കണ്ടെത്താൻ 4 പ്രാവശ്യം 7 കൂട്ടണം. അപ്പോൾ 7 + 7 + 7 + 7 ഈസ് ഈക്വൽ ടു 28 സെന്റിമീറ്റേഴ്സ്. അപ്പം നമുക്ക് മാത്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരേ നമ്പർ തന്നെ ആവർത്തിച്ച് കൂട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ ചെയ്യാം? ഇൻറ്റു ചെയ്യാം. ഇവിടെ 4 പ്രാവശ്യമാണ് 7 കൂട്ടിയത്. അപ്പോൾ 4 × 7, 4 × 7 എന്ന് പറയുമ്പോൾ 4 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 28 സെന്റിമീറ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Sanu made a rectangle of length 8 centimeters and width 4 centimeters using Irkil bits. What is the total length of the Irkil pieces used? അപ്പോൾ ഇവിടെ സനു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. എന്തുകൊണ്ട്? ഈർക്കിളി കൊണ്ട് റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ നീളം പറയുന്നത് 8 സെന്റിമീറ്ററും വിഡ്ത്ത് പറയുന്നത് 4 സെന്റിമീറ്ററുമാണ്. നമുക്കറിയാം റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് വശങ്ങൾ ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ മുകൾ ഭാഗത്ത് 8 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ താഴ്വശം എത്രയായിരിക്കും? 8 തന്നെയായിരിക്കും. സൈഡിൽ 4 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് വശം 4 തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 വശങ്ങളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ
ടോട്ടൽ ലെങ്ത് ഓഫ് സർക്കിൾ കിട്ടും അല്ലേ? അപ്പോൾ 8+8+4+4 ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റേഴ്സ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരേ നമ്പർ തന്നെ ആവർത്തിച്ച് കൂട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇൻറ്റു യൂസ് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാം അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കൂ, 8 എത്ര പ്രാവശ്യം ആവർത്തിച്ചു? 2 പ്രാവശ്യം. അപ്പോൾ 2 × 8 ഈസ് ഈക്വൽ ടു 16. അതുപോലെ 4 2 പ്രാവശ്യം ആവർത്തിച്ചു. 2 × 4 ഈസ് ഈക്വൽ ടു 8. അപ്പോൾ 16 + 8 ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പോസിബിൾ മെഷർമെന്റ്സ് ഓഫ് എ സ്ക്വയർ ഫ്രം ദ ഫോളോയിങ്? തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഒരു സ്ക്വയറിന്റെ മെഷർമെന്റ് ആവാൻ സാധ്യതയുള്ളത് ഏതാണ്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 7 സെൻറ്റിമീറ്റേഴ്സ്, 2 സെൻറ്റിമീറ്റേഴ്സ്, 7 സെൻറ്റിമീറ്റേഴ്സ്, 2 സെൻറ്റിമീറ്റേഴ്സ്. അതൊരു സ്ക്വയർ ആക്കാൻ സാധിക്കുമോ? സാധിക്കില്ല അല്ലേ? എന്തുകൊണ്ടാണ്? ഒരു സ്ക്വയറിന്റെ അളവുകൾ എന്ന് പറയുമ്പോൾ 4 വശവും സെയിം ആയിരിക്കണം അല്ലേ? 4 വശവും സെയിം ആയിരിക്കണം. അപ്പോൾ ഓപ്ഷനിൽ നോക്കൂ, 4 വശവും സെയിം ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി 6 സെൻറ്റിമീറ്റേഴ്സ് വരുന്ന ആ ഒരു ഓപ്ഷനാണ് സ്ക്വയറിന്റെ മെഷർമെന്റ്സ് ആയിട്ട്, സ്ക്വയറിന്റെ അളവുകളായിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പോസിബിൾ മെഷർമെന്റ്സ് ഓഫ് എ റെക്ടാംഗിൾ ഫ്രം ദ ഫോളോയിങ്? തന്നിരിക്കുന്നവയിൽ റെക്ടാംഗിൾ ആവാൻ സാധിക്കുന്ന മെഷർമെന്റ്സ് ഏതാണ് നോക്കാം. അപ്പം നമുക്ക് ആദ്യമേ ആലോചിക്കണം, റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് വശങ്ങൾ തുല്യമായിരിക്കണം. റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് വശങ്ങൾ തുല്യമായിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, ഓപ്ഷൻ എ നോക്കുക, എല്ലാം 4 സെൻറ്റിമീറ്റർ ആണ്. എല്ലാം 4 സെൻറ്റിമീറ്റർ ആയാൽ അതൊരു സ്ക്വയറേ ആവുകയുള്ളൂ, റെക്ടാംഗിൾ ആവില്ല. ഓപ്ഷൻ ബി നോക്കുക, എല്ലാം 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതും സ്ക്വയർ ആണ്, റെക്ടാംഗിൾ ആവില്ല. ഓപ്ഷൻ സി നോക്കൂ, 7 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് കറക്റ്റാണ് അല്ലേ? അപ്പോൾ അതാണ് റെക്ടാംഗിൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ പാറ്റേൺ. തന്നിരിക്കുന്ന പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ്. 2 സ്ക്വയർ കഴിഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ വന്നു, വീണ്ടും 2 സ്ക്വയർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ട്രയാങ്കിൾ വന്നു. അപ്പോൾ അടുത്ത 2 ഡാഷിൽ എന്ത് വരയ്ക്കണം? 2 സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ ഈ ഒരു മോഡലിലായിരിക്കും ഏകദേശം ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഈ മോഡലിലുള്ള മറ്റ് ക്വസ്റ്റ്യൻസും കൂടി പഠിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, തന്നിരിക്കുന്ന അളവിൽ സ്ക്വയർ വരയ്ക്കാനാണ്. അപ്പോൾ അത് 5 സെൻറ്റിമീറ്റർ ആണ് ടീച്ചറോട് കാണിച്ചത്. നിങ്ങൾ പല അളവിൽ അത് വരച്ച് നോക്കുക. അതുപോലെ പല അളവുകൾ എടുത്ത് എന്ത് വരച്ച് നോക്കുക? റെക്റ്റാങ്കിൾസ് വരച്ച് നോക്കുക, ഷേപ്പുകൾ പരിചയപ്പെടുക. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ പാഠത്തിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാനും ഫുൾ മാർക്ക് വാങ്ങാനും സാധിക്കും. വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം.